തൃപ്പൂണിത്തുറയിലെ പടക്കക്കടയിലെ സ്ഫോടനം സംബന്ധിച്ച വാർത്തയിലേക്ക് തന്നെയാണ് വീണ്ടും പോകുന്നത്. തെക്കും ഭാഗത്താണ് സ്ഫോടനം ഇന്ന് രാവിലെ ഉണ്ടായത്. വിശദാംശങ്ങൾ നൽകാനായിട്ട് സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട്. സുധീഷ്, ഈ കൊച്ചി കേന്ദ്രീകരിച്ചുള്ള സ്ഫോടനങ്ങൾ പതിവായിട്ട് നടന്നു വരികയാണ്. ഇതിലും അത്തരത്തിലുള്ള എന്തെങ്കിലും ദുരൂഹതകൾ ഉണ്ട് എന്നാണോ പോലീസ് പറയുന്നത്? രജനി, ഇത് പടക്കശാലയിൽ ഉണ്ടായ സ്ഫോടനമാണ്. പടക്ക വിൽപ്പനശാലയായിരുന്നു. വലിയ തോതിലുള്ള അവിടെ അനുവദനീയമായതിൽ കൂടുതൽ അളവിൽ പടക്കങ്ങൾ സൂക്ഷിച്ചിരുന്നു എന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന സൂചന. ഇത്തരത്തിൽ ആ പടക്ക വിൽപ്പനശാലയിലേക്ക് തീ പടരുകയും അത് വലിയ സ്ഫോടനമായി മാറുകയുമായിരുന്നു. 6 വീടുകൾക്ക് സമീപത്തെ കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. 3 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. മറ്റു പലർക്കും പൊള്ളലേറ്റിട്ടുണ്ട്. ഈ സമീപത്താകെ തന്നെ ഇതിന്റെ ഈ സ്ഫോടനത്തിലെ പൊട്ടിത്തെറിയുടെ ഭാഗമായുള്ള അവശിഷ്ടങ്ങൾ ചിതറി വീഴുന്ന സാഹചര്യം ഉണ്ടായി. സാരമായി 6 വീടുകൾക്കും ചെറിയ തോതിൽ 20 വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചതായാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. നിരവധി ഫയർഫോഴ്സ് വണ്ടികൾ എത്തിയാണ് തീ അണച്ചത്. ഇപ്പോഴും പ്രദേശത്ത് ചിലയിടങ്ങളിൽ നിന്നും ഇടയ്ക്കിടെ പൊട്ടലുകളും മറ്റും ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ വലിയ രീതിയിലുള്ള ആൾക്കാർ അവിടെ തടിച്ചുകൂടിയ ഒരു സാഹചര്യവും നിലനിൽക്കുന്നു. എന്നാൽ ഈ സ്ഫോടനം ഉണ്ടായ പ്രദേശത്തേക്ക് ആ സ്ഥലത്തേക്ക് ആൾക്കാരെ പ്രവേശിപ്പിക്കുന്നില്ല. 7 ഇടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് വാഹനങ്ങളാണ് ഇവിടേക്ക് എത്തിയത്. വലിയ ശ്രമഫലമായി തന്നെയാണ് തീ അണയ്ക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്നാൽ ഇനിയും പടക്കത്തിന്റെ അവശിഷ്ടങ്ങൾ എവിടെയെങ്കിലും കിടപ്പുണ്ടോ, അത് വീണ്ടും സ്ഫോടനത്തിന് കാരണമാകുമോ എന്ന ഭയവും നിലനിൽക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള ശബ്ദവും സ്ഫോടനത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഇതിൽ പരിക്കേറ്റവരെ എല്ലാം തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മറ്റ് സാരമായി പരിക്കേറ്റവർക്ക് അടിയന്തരമായി തന്നെ ചികിത്സ ലഭ്യമാക്കുന്നതിനുള്ള ഇടപെടൽ നടത്തിയിട്ടുള്ളതായാണ് ആരോഗ്യവകുപ്പ് അധികൃതർ അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടവുമെല്ലാം വ്യക്തമാക്കിയിട്ടുള്ളതും. രജനി, അപ്പോൾ ഈ 2 പേരുടെ നില ഗുരുതരമായി തുടരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ടല്ലോ സുധീഷ്. രജനി, 3 പേരുടെ നിലയാണ് ഗുരുതരമായി തുടരുന്നത്. മറ്റ് ചെറിയ പൊള്ളലേറ്റ നിരവധി പേരുണ്ട്. 3 പേർക്ക് സാരമായ പൊള്ളൽ തന്നെയാണ് ഏറ്റിരിക്കുന്നത്. രജനി, ഇത്രയും ക്രമാതീതമായ രീതിയിൽ ഈ പടക്കം ഇവിടെ സൂക്ഷിച്ചതാണോ ഇത്തരത്തിലൊരു അപകടത്തിന് കാരണമായി ഉണ്ടായത്? രജനി, ഇപ്പോൾ ഉത്സവ സീസൺ ആയതുകൊണ്ട് തന്നെ മറ്റു വിവിധ ക്ഷേത്രങ്ങളിലേക്കും മറ്റും ഉത്സവത്തിന് പൊട്ടിക്കുന്നതിനുള്ള പടക്കങ്ങളൊക്കെ തന്നെ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ആ രീതിയിൽ ഒരു സാധാരണ നിലയിൽ ഉണ്ടാവുന്നതിൽ കൂടുതൽ അളവിൽ പടക്കങ്ങൾ സൂക്ഷിച്ചു എന്നത് തന്നെയാണ് നമുക്ക് പ്രാഥമികമായി അറിയാൻ കഴിയുന്നത്. അതിൽ ആ പ്രദേശത്തേക്ക് പെട്ടെന്ന് സ്ഫോടനം ഉണ്ടായതോടെ തന്നെ ഇത് എല്ലാം കൂടി കത്തുകയും അത് വലിയ ഒരു ഉഗ്ര സ്ഫോടനമായി മാറുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതിൽ ആണ് ആ കടയിൽ ഉണ്ടായിരുന്നവർക്കാണ് 3 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റതെന്നാണ് നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ രമാ സന്തോഷ് തൃപ്പൂണിത്തുറ നഗരസഭ ചെയർപേഴ്സൺ കൂടെ നമ്മളോടൊപ്പം ചേരുകയാണ്. തൃപ്പൂണിത്തുറയിൽ പടക്ക നിർമ്മാണശാലയിലാണ് ഇങ്ങനൊരു സ്ഫോടനം ഉണ്ടായിട്ടുള്ള 3 പേരുടെ നില ഗുരുതരമായിട്ടെന്നും പറയുന്നുണ്ട്. താങ്കൾ അവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടോ? അവിടുത്തെ ഒരു അവസ്ഥയൊക്കെ എങ്ങനെയാണിപ്പോൾ? ഞാനിപ്പോ അപകടം നടന്ന സ്ഥലത്താണ് ഇപ്പോ ഉള്ളത്. ഇവിടെ തീ ഏതാണ്ട് അണഞ്ഞ അവസ്ഥയിലാണ് ഇപ്പോ ഉള്ളത്. ഈ പടക്കം കൊണ്ടുവന്ന വാഹനമടക്കം ഇവിടെ കത്തിയ നിലയിലാണ് കിടക്കുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന ഇവരുടെ ഈ പടക്കവുമായി വന്നതും പണിക്കാരും അടങ്ങുന്ന ആളുകൾക്കാണ് അപകടം സംഭവിച്ചിട്ടുള്ളതെന്നാണ് ഇവിടെ ഇപ്പോൾ സംസാരിച്ചതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എല്ലാവരെയും ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അവിടെ ചികിത്സാ കാര്യങ്ങളൊക്കെ പുരോഗമിക്കുകയാണ്. 2 പേർക്ക് കൂടുതലായി അപകടം സംഭവിച്ചു എന്നാണ് എനിക്ക് ഇപ്പൊ പ്രാഥമികമായി അറിയാൻ സാധിച്ചിട്ടുള്ളത്. അവിടെ ഫയർഫോഴ്സും അതുപോലെ പോലീസും മൊത്തം ആളുകളെല്ലാവരും ഇവിടെ സന്നിഹിതരാണ്. മറ്റ് വിശദമായ കാര്യങ്ങൾ അല്പസമയത്തിന് ശേഷമേ എനിക്ക് ഷെയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പ്രാഥമികമായി കിട്ടിയ ഇൻഫർമേഷനാണ് ഞാനിപ്പോൾ പാസ് ചെയ്യുന്നത്. ഇപ്പൊ ഈ പടർന്നു പിടിച്ച തീയൊക്കെ അണയ്ക്കാൻ സാധിച്ചിട്ടുണ്ടോ? കൃത്യമായി ആ സമയത്ത് തന്നെ എത്തി വളരെ ദ്രുതഗതിയിൽ തന്നെ ഇവിടെ തീ അണയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. സമീപത്തുള്ള വീടുകൾക്കൊക്കെ ധാരാളം നാശനഷ്ടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം കൂടെ ഉണ്ട്, ഇങ്ങനെ അനധികൃതമായിട്ട് പടക്കം സൂക്ഷിച്ചതാണ് ഇത്തരത്തിലൊരു അപകടത്തിന് കാരണമെന്ന് പറയുന്നുണ്ട്. ഇന്ന് ഈ ഉത്സവ ആഘോഷത്തിനുള്ള പടക്കം വാഹനത്തിൽ കൊണ്ടുവന്ന് ഇവിടെ ഇറക്കുമ്പോഴാണ് അപകടം സംഭവിച്ചതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ശരി, എന്തായാലും വളരെയധികം നന്ദി ശ്രീരമ. പ്രതികരിച്ചതിലേക്ക് സുധീഷിലേക്ക് തന്നെ പോവുകയാണ്. സുധീഷ്, ഇപ്പോൾ ഈ തീയൊക്കെ തന്നെ നിയന്ത്രണ വിധേയമായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ ആളുകൾക്ക് അവരുടെ ആ ഒരു പരിഭ്രാന്തി ഇപ്പോഴും മാറിയിട്ടില്ല. ജനങ്ങൾ വലിയ രീതിയിൽ തടിച്ചുകൂടി നിൽക്കുന്നുണ്ട്. അക്ഷരാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ തൃപ്പൂണിത്തുറ നടുങ്ങിയ ഒരവസ്ഥ തന്നെയായിരുന്നു ഈ ഒരു സ്ഫോടനം നടന്നതിന് പിന്നാലെ.
അങ്ങനെ തന്നെയാണ്. വളരെ അപ്രതീക്ഷിതമായാണ് ഇത്തരത്തിലൊരു സ്ഫോടനം ഉണ്ടാകുന്നത്. നമുക്കറിയാം കളമശ്ശേരിയിലും മറ്റും സ്ഫോടനമുണ്ടായ ഒരു പശ്ചാത്തലങ്ങളിലൂടെ നിലനിൽക്കുമ്പോൾ എന്താണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായതെന്ന പരിഭ്രാന്തിയാവും സ്വാഭാവികമായും ജനങ്ങളിൽ ആദ്യം ഉണ്ടാകുന്നത്. അതിന് പിന്നാലെയാണ് ഇത് പടക്ക വിൽപ്പനശാലയിൽ ഉണ്ടായ സ്ഫോടനമാണെന്ന് അറിയുന്നത്. ഉത്സവത്തിനും മറ്റുമായി അവിടേക്ക് എത്തിച്ച പടക്കമാണ്. ആ പടക്കം വാഹനത്തിൽ നിന്ന് ഇറക്കുമ്പോൾ ആ വാഹനത്തിൽ ഉണ്ടായിരുന്നവർക്കാണ് പരിക്ക് പറ്റിയെന്നാണ് നമുക്കിപ്പോൾ കിട്ടുന്ന വിവരം. അത്തരത്തിൽ 3 പേർക്കാണ് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത്. അത് ആ പ്രദേശത്തെ ആകെ തന്നെ നടുക്കുന്ന രീതിയിലേക്കുള്ള ഒരു സ്ഫോടനമായി മാറുകയായിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള പരിഭ്രാന്തി തന്നെയാണ് പ്രദേശവാസികൾക്കെല്ലാം തന്നെ ഉണ്ടായത്. ഇതിലെ ഏറ്റവും പ്രധാനമായി എടുത്തു പറയുന്ന മറ്റൊരു കാര്യം, ഈ പടക്ക വിൽപ്പനശാലയോട് അടുത്ത് തന്നെ നിരവധി വീടുകളുണ്ട്. അത്തരത്തിൽ ഉള്ള വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. അവിടെയും നാശനഷ്ടങ്ങൾ ഉണ്ടായി. സാധാരണഗതിയിൽ പടക്ക വിൽപ്പനശാലയും മറ്റും പ്രവർത്തിക്കുമ്പോൾ സമീപത്ത് ഇത്ര മീറ്റർ അകലം പാലിച്ചുകൊണ്ട് മാത്രമേ വീടുകളും മറ്റ് ജനവാസ കേന്ദ്രം ആവരുത് എന്ന ഒരു നിർദ്ദേശം ഉണ്ടാകേണ്ടതാണ്. എന്നാൽ അതെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഇവിടെ ഇത് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കേണ്ടി വരുന്നു. ആ രീതിയിൽ തന്നെയാണ് ഇത്രയും വലിയ ഒരു അപകടം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ആ പ്രദേശവാസികൾക്കും സമീപവാസികൾക്കും എല്ലാം തന്നെ വല്ലാത്ത രീതിയിലുള്ള പരിഭ്രാന്തി ഉണ്ടാവും. അത്തരം സംഭവം തന്നെയാണ് ഇവിടെ തൃപ്പൂണിത്തുറയിലും ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. രജനി, ശരി, കിരൺ കൂടെയുണ്ട് നമ്മളോടൊപ്പം. കിരൺ, ഈ വലിയൊരു സ്ഫോടനമാണ് അവിടെ ഉണ്ടായത്. 3 പേരുടെ നില ഗുരുതരമായിട്ട് തുടരുന്നു പറയും. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം ഈ ഒരു കട പ്രവർത്തിച്ചതായിട്ട് പോലും ഇപ്പോൾ അറിയാൻ കഴിയുന്നില്ല. അത്രയ്ക്ക് വലിയൊരു സ്ഫോടനമാണ് തൃപ്പൂണിത്തുറയിൽ നടന്നത്. ഇനി ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം അനുസരിച്ച് ഇതൊരു കടയായിരുന്നില്ല, മറ്റ് രീതിയിൽ, അതായത് ഒരു സംഭരണശാലയായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് പുതിയകാവ് ക്ഷേത്രത്തിന്റെ സമീപത്തുള്ള ഒരു കെട്ടിടമാണ്. ഈ കെട്ടിടത്തിലാണ് സാധാരണ ഈ വെടിക്കെട്ടിനടക്കമുള്ള സാധനങ്ങൾ സംഭരിച്ചു വെച്ചിരുന്നത് എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ലഭിക്കുന്ന ഒരു വിവരം. ഇങ്ങോട്ട് എത്തിച്ചിരുന്ന പടക്കമാണ് പൊട്ടിത്തെറിച്ചത്. ഇത് വാഹനത്തിൽ നിന്ന് ഇറക്കുന്നതിനിടയിലായിരുന്നു ഈ അപകടമുണ്ടായത്.